ഞാൻ അവളെ കൊന്നു. എന്തിനു വേണ്ടി? അതാണ് എനിക്കറിയേണ്ടത്. മുദ്രാപീഠത്തെ രക്ഷിക്കാൻ വേണ്ടി. ഒരിക്കലും അതിന്റെ അവകാശി നാദിയാകാൻ പാടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഞാൻ സിയയുടെ കൂടെ പോവും. അപ്പോ അവൾ ആ മുദ്രാപീഠ ആർക്ക് വേണമെങ്കിലും കെട്ടി വിലക്ക് വിറ്റ് തൊലയ്ക്കും. എനിക്ക് ഉറപ്പാ. 113 മിനിറ്റ് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത് ഇതാണോ? അതെ. ഇത് മാത്രമാണോ? അതെ. അവള് ചെന്നൈയിൽ ഒരു ഏജന്റുമായിട്ട് ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചതായിരുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നവളാ നാദ്യ. ജാനകിയുടെ സ്വപ്നമായിരുന്നു മുദ്രാപീഠം. അത് അവള് വിറ്റ് തൊലിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അവളല്ലേ അതിന്റെ അവകാശി. അവൾക്ക് അതിനുള്ള അധികാരമുണ്ട്. നാദിയെ കൊല്ലുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അപ്പന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവള് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ കൊന്നു. ഞാൻ എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി നാദിറയല്ല, നാദിയ. ഒരിക്കലും ഉന്നം തെറ്റാത്ത ഷാർപ്പ് ഷൂട്ടർ നാദിയ മേത്തർ. കുത്തേറ്റ് കോമയിൽ കിടക്കുന്നത് ഡാൻസർ നാദിറ.